നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായ വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പറഞ്ഞാൽ 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ ഒരു വീടിന് വരാനായിട്ടുള്ളൂ. വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട്. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് പുളിയറക്കോണം ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈനാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ കേബിൾ റൂഫും അതുപോലെ തന്നെ 3D എലിവേഷനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ല മനോഹരമായി തീർത്തിട്ടുള്ള എലിവേഷൻ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസ് ഉൾപ്പെടെ നമുക്ക് എലിവേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടേജൊക്കെ നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജാണ്. 4 മീറ്റർ റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് വില്ല കമ്മ്യൂണിറ്റിയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും. അപ്പോൾ അതിൽ വരുന്ന ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു എൻട്രൻസ് ഭാഗം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെ നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് പണി ചെയ്തെടുത്ത ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ചെറിയ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. 10x7 ഡയമെൻഷൻ വരുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റൗട്ട്. 2 സ്റ്റെപ്പ് നമുക്ക് എൻട്രൻസിനായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ഇതായിട്ട് കാണാൻ പറ്റും. ഒരു സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഇതിലാണ് വരുന്നത്. പ്ലാവിൻ തടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് നിർമ്മിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോറ് നമുക്ക് വരുന്നുണ്ട്. എലിഗൻ്റ് ആൻഡ് ഒരു സിമ്പിൾ ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി ഒറ്റപ്പാളി ഡോറിൽ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പ്ലാവിൻ തടിയിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ള മനോഹരമായൊരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോടൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ സ്പേസാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ ആണ്. TV യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് താഴെയും സൈഡിലുമായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് ആണ് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ്, പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ വരുന്ന ഒരു ഫോൾ സീലിംഗ് വരുന്നുണ്ട്. 12x14 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. പ്രീമിയം രീതിയിലുള്ള ടെക്സ്ചർ വർക്കും കാര്യങ്ങൾ തന്നെ ഈ ഒരു ചുമര് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് ഈ ഒരു ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. സെപ്പറേറ്റ് ചെയ്തൊരു ഡൈനിങ് ഏരിയ ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് പാനൽ വർക്കും സ്പോട്ട് ലൈറ്റും അതുപോലെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ വരുന്നുണ്ട്. ഓപ്പോസിറ്റായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല മനോഹരമായ രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് മനോഹരമാക്കി ഒരു കോർണറിൽ തന്നെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റെഡ് ബ്രിക്സിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. കിച്ചണല്ല നമുക്ക് ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. ബാർ കൗണ്ടർ പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ വന്നിട്ടുണ്ട് ഈ ഒരു എൻട്രൻസിൽ തന്നെ. അപ്പോൾ നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗം ഇതാണ് നമുക്ക് വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള കിച്ചണിൻ്റെ ഒരു ഏരിയ നമുക്ക് കവറപ്പാക്കി ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ടൈൽസും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ്. അതുപോലെ തന്നെ ചിമ്മിനി നമുക്കിവിടെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ്സിൻ്റെ താഴെയൊക്കെ നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മോഡുലാർ രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് വരുന്നത്. 12x12 തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. വീട് നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 ബെഡ്റൂമാണ് നമുക്ക് വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂമായിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു റൂം തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ റൂമിന് കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്.
ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുള്ള വർക്ക് തന്നെയാണ്. ബാത്ത് അറ്റാച്ചുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള ഹാൻഡിൽസാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫർഗോള മോഡൽ ഡിസൈൻ വരുന്ന ഒരു നല്ല നാരോ വേ വരുന്ന ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അപ്പം വീട്ടിനകത്ത് നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ നമുക്ക് ലൈറ്റ് അടിപൊളിയായിട്ട് വീട്ടിനകത്ത് കിട്ടുന്നതായിരിക്കും. പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്റ്റെയർ നമ്മൾ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 16x14 ഡയമെൻഷനാണ് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. വാഷിംഗ് മെഷീനും കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടെറസിലോട്ട് പോകാനുള്ള ഡോറാണ് ഈ കാണുന്നത്. ഒരു ടി വി യൂണിറ്റ് ഏരിയയും നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ ടി വിയൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയ പ്ലസ് 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് ഡെക്കറേഷനാക്കി ചെയ്തേക്കുന്നത്. ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ഫോൾ സീലിംഗ് എല്ലാം സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്ത് കംപ്ലീറ്റ് ആയി തരത്തിലുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളും ഈ ഒരു ചുമരിലാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. ഷെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് എല്ലാം ചെയ്ത് ഇരിക്കുന്നതും. ഇനി കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ വീതിയുള്ള ബെഡ്റൂം സൈസ് നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. കോർണറിലായിട്ടൊരു വാൾഡ്രോബ്സ് നമുക്കിവിടെ ഓൾറെഡി വരുന്നുണ്ട്, ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക്. പിന്നെ ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. ഇവിടെ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നമുക്ക് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് താഴോട്ടിറങ്ങാനുള്ളൊരു സ്പേസ് ഒരുക്കിയിട്ടുള്ളതും. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് എക്സ്റ്റൻഷൻ വർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഡ്രൈ ഏരിയയുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് 13 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ വട്ടിയൂർക്കാവ് എന്നുള്ള സ്ഥലത്ത് പുളിയറക്കോണം ജംഗ്ഷനിൽ സമീപമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് ഇപ്പം പണി ചെയ്ത് തീർന്ന ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 70 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 70 lakhs ആണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോം ലോൺസും കാര്യങ്ങളും എന്തെങ്കിലും കസ്റ്റമേഴ്സിന് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.